നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നാണ്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്ത് കാണുന്നു ആ സമയത്ത് അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ റീഡിംഗ് കൂടിയാണ്. വിശ്വാസത്തോടും സമർപ്പണബോധത്തോടും പ്രാർത്ഥനയോടും കൂടി നിങ്ങളിത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എനർജി ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. നെഗറ്റീവ് ആവുന്ന ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ അച്ചീവ് ചെയ്യണമെന്നുള്ള ആ ഒരു കാര്യം പേപ്പറിൽ എഴുതി എല്ലാ ദിവസവും 2 നേരം വായിക്കുന്ന കാര്യവും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെപ്പോഴും സ്ട്രഗിളിങ് ചെയ്താൽ, അതായത് അധ്വാനിച്ചാൽ മാത്രമാണ് നമുക്കതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം തന്നെ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരും. നമ്മൾ കുറച്ച് സ്ട്രഗിളിങ് ചെയ്യാൻ തീരുമാനിച്ചാൽ നമുക്ക് മുന്നിൽ ഒരുപാട് വാതിലുകൾ ഓപ്പൺ ചെയ്യും, നമ്മളതിന് തയ്യാറായാൽ മാത്രം കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ ഹെർമിറ്റാണ്. വളരെയധികം ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക്, അല്ലെങ്കിൽ വളരെയധികം പക്വതയോടുകൂടി കാര്യങ്ങളെ കാണേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ്. കുറേ വ്യക്തികൾക്ക് ഇന്നൊരു ഒറ്റപ്പെടൽ എനർജി കാണുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു ഒറ്റപ്പെട്ടിരിക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസിൽ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിന്നും കുറേ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ഹീലാക്കി കളയാൻ ശ്രമിക്കുന്ന ഒരു എനർജി കൂടി വരുന്നുണ്ട് കേട്ടോ. ഒരു മാറ്റം വരുത്തണം, ജീവിതത്തിനൊരു പുതിയ പാത ഒരുക്കണം, പുതിയൊരു പാത്തിലേക്ക് മാറണം. കുറച്ച് കാര്യങ്ങളെ ഒന്ന് സ്ട്രോങ് ആയിട്ട് അത് പക്വതയോടുകൂടി കാണണം. ഇങ്ങനെയുള്ള കുറേ തിരിച്ചറിവുകളിലേക്ക് മനസ്സും സിറ്റുവേഷൻസും മാറ്റാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു പക്വതയില്ലാണ്ട് ചിലപ്പോൾ ഒരാൾ കുറ്റപ്പെടുത്തുക, ചിലർ വഴക്കു, പെട്ടെന്ന് തന്നെ പിണങ്ങുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാവരിൽ നിന്ന് മാറി നിൽക്കുക. ഒരു പക്വത കുറഞ്ഞ ഒരു ക്യാരക്ടറോട് കൂടിയാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെങ്കിൽ നിങ്ങൾ ഇന്ന് ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ മാറ്റി കാര്യങ്ങളെയൊക്കെ ഒരു പക്വതയോട് കൂടി കാണാനും വളരെയധികം ഒരു നല്ല രീതിയിൽ ഒരു മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ ബിഹേവ് ചെയ്യാനും ഒക്കെ തോന്നിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ഞാൻ വരണം, എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളിലാണേലും പ്രശ്നങ്ങളിൽ പെടാതെ നിൽക്കുക എന്ന ഒരു എനർജിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നു. അതായത് ഇമോഷണലി ഒക്കെ നല്ലൊരു ബാലൻസിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ കൂടെ ഉള്ളവരെയൊക്കെ ഒരു മൈൻഡൊക്കെ വളരെയധികം ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നു. കൂടെ നിൽക്കുന്നവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണമെന്ന ഒരു എനർജി. അത് ചിലപ്പോൾ ഈ ഫാമിലിക്കുള്ളിലാവാം, സൗഹൃദങ്ങൾക്കുള്ളിലാവാം. മറ്റുള്ളവരെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരു ചാരിറ്റി പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല ഒരു മെച്യൂരിറ്റിയോട് കൂടിയും കുറച്ചൊരു ഹീലിംഗ് എനർജിയിലേക്ക് പോരുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇന്ന് നിങ്ങളിൽ കാണാൻ പറ്റുന്നത്. ചില കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഒറ്റയ്ക്കിരുന്ന് ഏകാന്തമായി ചിന്തിക്കാൻ ശ്രമിക്കുന്നു. ചില സിറ്റുവേഷൻസിനൊക്കെ നിങ്ങൾക്ക് മനസ്സിനകത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ കുറേ മനസ്സിങ്ങനെ വ്യാകുലപ്പെട്ട് നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനെല്ലാം ഒരു ഉത്തരം കണ്ടെത്തുക എന്ന എനർജി. ഒന്ന് ഏകാന്തതയോട് കൂടി ഒറ്റപ്പെട്ടിരിക്കുക, ഒരു പൂർണ്ണതയോട് കൂടിയും ഒരു ബ്ലെസ്സിങ്സോട് കൂടി കാര്യങ്ങളെ ഒന്ന് തിങ്കിങ് ചെയ്യുക. നല്ല രീതിയിൽ നാളെ കുറിച്ച് ഒരു നാളേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. ലൈഫിലൊരു മാറ്റം വരുത്തുക. കുറച്ച് സ്ട്രഗിളിങ് ചെയ്താലും ലൈഫിലൊരു മാറ്റം വരുത്തുക എന്നൊക്കെ ഉള്ളൊരു എനർജിയിലേക്ക് വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഹീലിംഗ് എനർജിയിലേക്ക് വരുന്നു. പോസിറ്റീവായ ഒരു പാസ്റ്റിലെ ചില കാര്യങ്ങളെയൊക്കെ കളയാൻ പറ്റുന്നു. പാസ്റ്റിലെ ചില വ്യക്തികളെയൊക്കെ മറന്ന്, അതായത് നമ്മളെ വേദനിപ്പിച്ച ചില സിറ്റുവേഷൻസിനെയൊക്കെ മറന്ന് കളയാനും അതിനെല്ലാം മറ്റുള്ളവർക്കൊക്കെ ഒരു ഫൊർഗീവ്നെസ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ
നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, സ്റ്റക്കായ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അതിനും നേരായൊരു പാത, നിങ്ങൾക്ക് നല്ലൊരു പാത്ത് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കൺട്രോളിങ് പവറും വിൽ പവറൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഹാപ്പി ഫാമിലിയാണ് ഇന്നത്തെ ദിവസം. ഒരു സന്തോഷം മക്കളോടും ഫാമിലിയോടും ഒത്ത് ചിലപ്പോൾ ഒരു ആഘോഷത്തിനോ എന്തിനേലും ഒക്കെ പോകാൻ സാധിക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ തുറന്ന് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടൊരു നല്ല കമ്മ്യൂണിക്കേഷൻ ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്നു. അതും നിങ്ങളുടെ ഒരു ഹീലിംഗ് എനർജിയിലും ഒരു സ്പിരിച്വൽ കണക്ഷൻസിലേക്കൊക്കെ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഇന്നലെ നിങ്ങൾ തീരെ ഉറങ്ങാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വളരെയധികം സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടാവാം. കുറേ കാലങ്ങളായി നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നു. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളെല്ലാം കേൾക്കേണ്ടി വരുന്ന എനർജി, ഒരു ബാഡായ എനർജിയിലൂടെ സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കുറേ നാളുകളായി കടന്നു പോകുന്നു. നിങ്ങളുടെ ഫാമിലിക്കുള്ളിലാണേലും കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കുന്നു. ഒരിക്കലും ഒരു സന്തോഷമോ ഒരു റൈറ്റായിട്ട് ഒരു പ്രശ്നങ്ങൾക്കൊരു കറക്റ്റ് സൊല്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാതെയൊക്കെ നിന്ന ഒരു എനർജിയിലാണെങ്കിൽ ഇന്ന് വളരെ ശക്തമായൊരു റിലാക്സിങ് മൈൻഡിലേക്ക് വരുന്നു. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചേർത്ത് പിടിക്കുകയും നിങ്ങൾക്കൊരു മെൻ്റൽ സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും വളരെയധികം റിലാക്സിങ് മൈൻഡിലേക്ക് വരുന്നു. ഇമോഷണലി ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു കേട്ടോ. ഒരു മാറ്റം വരുന്നു, ഒരു ഫുൾഫിൽമെൻ്റ് ഒക്കെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ ഒരു വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. ശരിക്കും നല്ലൊരു സന്തോഷത്തിൻ്റെ ഒരു അബണ്ടൻസിൻ്റെ ഒക്കെ ഒരു എനർജി കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങളും കുടുംബ ലൈഫിലാണെങ്കിലും ഒരു കാര്യപ്രാപ്തി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി ഇല്ലാണ്ടാണ് കടന്നു പോയതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് വരണമെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറിനും ഉണ്ടാകുന്ന ഒരു എനർജിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു ഹാപ്പി ഫാമിലിയാണ്, ഒരു സന്തോഷമാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ബന്ധത്തിലും ഫാമിലിക്കുള്ളിലും ഉണ്ടാവാൻ പോകുന്നതെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ 7 ഓഫ് വാൻഡ്സ് ആണ്. വളരെയധികം ഞാൻ പറഞ്ഞില്ല, ഇന്ന് കുടുംബ ബന്ധങ്ങളുടെ ഒരു എനർജിയാണ് കയറി വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഫാമിലിയിൽ നിന്നൊക്കെ ഒന്ന് അകന്ന് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പേരൻസിനോടൊന്നും ഒരു മനസ്സ് തുറന്ന് സംസാരിക്കാനോ അവരോടൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും ഇഷ്ടപ്പെടാതെ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന കുറേ വ്യക്തികൾ, ഒന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയെ കാണിക്കുന്നു കേട്ടോ. ചിലപ്പോൾ ഈ ഫാമിലിക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്കൊരു സ്വരച്ചേർച്ചക്കുറവോ പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ടായിരിക്കാം നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ടി വരുന്നു. അതൊരു ഫൈറ്റിംഗ് എനർജിയിൽ നിന്ന് മാറുക എന്നതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻറ്റ്യൂഷൻ പവറാണ്, ഒരു കൺട്രോളിങ് പവർ കിട്ടുന്നുണ്ട്. ഫാമിലിക്കുള്ളിൽ ഏതെങ്കിലും രീതിയിൽ ഫിനാൻസ് സംബന്ധമായിട്ടോ എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക തന്നെ ചെയ്യണം. എടുത്ത് ചാടിയോ അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാക്കിയോ ഒന്നും ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾക്കൊക്കെ ഇന്നൊരു ബൗണ്ടറി തീർക്കേണ്ട ദിവസമായിട്ടാണ് കേട്ടോ കാണുന്നത്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് സ്വപ്നങ്ങൾക്കൊക്കെ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ടി വരുന്നു. പിന്നീട് നമ്മളുടെ ലൈഫിൽ അത് മാറ്റങ്ങളിലേക്ക് വരുമെങ്കിലും ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾക്കൊരു കടിഞ്ഞാണിടുക, എടുത്ത് ചാട്ടം ഒഴിവാക്കുക. ഫാമിലിക്കുള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒത്തുചേരുമ്പോൾ ചർച്ചയ്ക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് റിലാക്സായിട്ട് വളരെ സമാധാനത്തോടു കൂടി കാര്യങ്ങളെ കാണുക. അതുപോലെ തന്നെ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക എന്നാണ് കാണുന്നത്. വീണ്ടും നമുക്ക് 10 ഓഫ് പെൻറ്റിക്കിൾസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഹാപ്പിനെസ്സും സന്തോഷത്തെയും ഫാമിലിക്കുള്ളിൽ ഒരു ഫോക്കസിങ് എനർജീനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അതായത് ഫാമിലിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഫാമിലി അതായത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് ഉൾവലിഞ്ഞ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ചിലപ്പോൾ അറിയാതെ പോയ അല്ലെങ്കിൽ നിങ്ങൾക്കിനി അറിയേണ്ടതായ പല കാര്യങ്ങളും ചെയ്ത് തീർക്കേണ്ടതായ പല സിറ്റുവേഷൻസുകളും അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക, എന്ന് ഫാമിലിക്ക് പ്രാധാന്യം നൽകുക എന്നൊരു എനർജിയുടെ കാർഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ കുടുംബ ലൈഫുകളിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സന്തോഷം, സമാധാനം, സാമ്പത്തിക അങ്ങനെയുള്ള ഒരു ഒത്തുചേരൽ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം. അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം. എല്ലാ രീതിയിലും ഒരു ഫാമിലി എനർജിയുടെ കാർഡാണ് ഇന്ന് നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്. 6 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത്
വീണ്ടും ഹീലിംഗ് എനർജി തന്നെയാണ് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ഒരു ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമായിട്ടൊക്കെ നിങ്ങൾക്ക് ചെറിയ തർക്കമോ പ്രശ്നങ്ങളോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊക്കെ മാറ്റം വരുന്നു. ആ ഒരു അകന്ന് നിന്ന ചില ബന്ധങ്ങളൊക്കെ അടുത്തു വരാൻ പോകുന്നു. നിങ്ങളെ വിട്ടുപോയവരൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഈ കാണുന്നത്. വളരെയധികം ഒരു സന്തോഷം നൽകുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വിജയം വരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ ചുറ്റുപാടായിക്കോട്ടെ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഫൈറ്റിംഗ് ചെയ്യേണ്ടി വന്നെങ്കിൽ നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ സമയമാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായ ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് നിങ്ങൾക്ക് നാളേക്ക് വേണ്ടിയിട്ട് സക്സസ്സിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെ തിരഞ്ഞെടുക്കുക. മറ്റുള്ളവരുമായിട്ട് സ്വരച്ചേർച്ചയില്ലാത്ത ഭാഗത്ത് നിന്നും വിട്ടുപോകുക എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്ത, നമ്മളെ അംഗീകരിക്കാത്ത സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാറിക്കൊടുക്കുക, മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകുക എന്നാണ് പറയുന്നത്. 9 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം നിരാശ, അതായത് നല്ല രീതിയിൽ വിജയിച്ച് സന്തോഷവും ഹാപ്പിനെസ്സോടും കൂടി നിന്ന നിങ്ങൾക്ക് വളരെയധികം ഒരു നിരാശ നേരിട്ടിരിക്കുന്ന ഒരു ദിവസമായിട്ട് കാണുന്നു. കുറേ വ്യക്തികളിൽ നഷ്ടബോധം, എന്തോ ഒരു നിങ്ങൾ വളരെ ആഴത്തിൽ കൊണ്ടു നടന്ന, പ്രതീക്ഷിച്ചിരുന്ന, വളരെയധികം സക്സസ് ആകുമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യത്തിൽ, നിങ്ങളുടെ ഒരു വിജയത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു പരാജയം സംഭവിച്ചൊരു നഷ്ടം സംഭവിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അതൊരു കോൺഫ്ലിക്റ്റ് ആണ് കേട്ടോ. ആരൊക്കെയായിട്ടൊരു മത്സരത്തിൻ്റെ ഫലമായിട്ടാവാം, അതല്ലെങ്കിൽ ഒരു തർക്കമാവാം. നിങ്ങൾക്കൊരു ചെറിയ നിരാശ, ദുഃഖം വരുന്നുണ്ട്. പക്ഷേ വിട്ടുകളയുക. നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് തന്നെ പോവുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. പിന്നേക്കല്ല, മുന്നോട്ടേക്ക് നല്ല സ്ട്രോങ് എനർജിയോടുകൂടി വെല്ലുവിളികളെ അതിജീവിക്കുക എന്ന ആ ഒരു സ്ട്രോങ് എനർജിയോട് കൂടി, ഒരു സ്വാതന്ത്ര്യ ബോധത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്ന. ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഒരു ബൗണ്ടറി ഇടുക എന്നത് തന്നെയാണ് നമുക്കെപ്പോഴും നമ്മുടെ ലൈഫിന് ഒരു മാറ്റം, നമുക്കൊരു വിലയുണ്ടാവണമെങ്കിൽ നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നത് എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ ചെറിയൊരു ബൗണ്ടറി ഇട്ട് തന്നെ നിൽക്കണം. അതല്ല എങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ ആക്രമിക്കാൻ, മറ്റുള്ളവർക്ക് നമ്മളെ വീഴ്ത്താൻ എളുപ്പമാകുമെന്നുള്ള ചിന്തിക്കുക. അപ്പം നമ്മുടെ ഏത് മനസ്സിലെ ചിന്തകളിലായിക്കോട്ടെ, നമ്മുടെ സ്വപ്നങ്ങളിലായിക്കോട്ടെ, നമ്മുടെ യാത്രകളിലായിക്കോട്ടെ, എല്ലാത്തിനും ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങൾ നിൽക്കുക. ഒരു ബൗണ്ടറി ഇടുക എന്ന എനർജിയാണ് ഇന്നത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഇന്ന് എടുത്തു ചാടി ഒരു കാര്യങ്ങളിലും ചെന്നു പെടരുത്. ഒരു ബൗണ്ടറി ഇട്ട് വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കുക എന്നാണ് കാണുന്നത്. കിങ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ഒരു സ്ട്രോങ് ആയ എനർജി, ഒരു കൺട്രോളിങ് പവർ, കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നാണ് കാണുന്നത്. പാസ്റ്റിൽ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ ഇന്ന് മാനേജിങ് ചെയ്യേണ്ടി വരുന്നു, ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ചിലപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വ്യക്തികളുമായിട്ടുണ്ടായ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു സംശയമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടായ ഒരു ചെറിയ ഒരു വേദനയോ, എന്ത് പ്രശ്നമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ പാസ്റ്റിലെ ഒരു കാര്യത്തെ ഇന്ന് നിങ്ങൾക്കൊന്ന് കറക്റ്റ് ചെയ്യാനും അത് നിങ്ങൾക്കൊരു സക്സസ്സിലും എത്തിച്ചേരുന്നു. നിങ്ങൾക്കൊരു കൺട്രോളിങ് പവർ, നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ലഭിക്കുന്ന ഒരു എനർജിയിൽ വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇന്ന് ചില വ്യക്തികളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഫിനാൻഷ്യലി ആവാം, ഫിസിക്കലി ആവാം. ചില സപ്പോർട്ട് നൽകേണ്ട ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു സന്തോഷം, ഒരു ആഘോഷം, അതായത് ഒരു വിവാഹം പോലുള്ള ഒരു ആഘോഷമാവാം, ഒരു സന്തോഷത്തിൻ്റെ, ഒരു വിവാഹം പോലുള്ള എനർജി ഇന്നിവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളത് പങ്കെടുക്കുന്നതാവാം, നിങ്ങളുടേതായ ഫാമിലിയിൽ നടക്കുന്നതാവാം. ഒരു എല്ലാവരോടും ഒത്തുചേർന്നൊരു സന്തോഷം, സക്സസ്, ആ ഒരു എനർജി ഇന്ന് കാണുന്നുണ്ട്. ഇമോഷണൽ ബാലൻസ് ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കിങ്ങിൻ്റെ എംബറിൻ്റെ ഒക്കെ എനർജി നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇന്ന് കുറേ പവർഫുള്ളായ ജഡ്ജ്മെൻറ്റൊക്കെ ലഭിക്കുന്ന ഒരു ദിവസം. ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ചില സിറ്റുവേഷൻസ്, ചെറിയ ഗുഡ് കർമ്മകൾ, നിങ്ങൾക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനൊരു അവസരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഒരു ഗുഡ് കർമ്മ, ഒരു പോസിറ്റീവ് സന്തോഷം, ഞാൻ പറഞ്ഞില്ല, ഒരു കൺട്രോളിങ് പവർ, അതുപോലെ മറ്റുള്ളവരുടെ ഒരു റെസ്പെക്റ്റ് ഒക്കെ ലഭിക്കുന്ന ഒരു എനർജിയിലാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്നത്.
കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും ഉണ്ട്, ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ട എനർജിയൊക്കെ ഉണ്ട് കേട്ടോ. എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി, ഇന്നിച്ചിരി ഹാർഡ് വർക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾക്ക് ചില ഹാർഡ് വർക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇന്നൊരു മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടിയും ബുദ്ധിപൂർവ്വം ചില സിറ്റുവേഷൻസിനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു വിവാഹം പോലുള്ളൊരു ആഘോഷവും മറ്റുമൊക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നുണ്ട്. അതായത് ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നൊരു എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് ഡബിൾ എനർജിയുടെ ഇതും വരുന്നുണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലാവാം, അതല്ലെങ്കിൽ സൗഹൃദത്തിലാവാം. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ചില പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരുന്നു. ചില ബന്ധങ്ങൾ നിങ്ങളെ വിട്ട് ഇന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ബന്ധത്തിൽ മറ്റൊരു സിറ്റുവേഷൻ, ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ തമ്മിൽ ബന്ധനത്തിലാക്കുന്നു, അല്ലെങ്കിൽ ഒരു വിശ്വാസ വഞ്ചന, അല്ലെങ്കിൽ ഒരു ഏതോ രീതിയിൽ നിങ്ങളെ ഒന്ന് ഇരയാക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ബന്ധത്തിലാണ് കേട്ടോ. അത് സൗഹൃദത്തിലാവാം, കുടുംബ ബന്ധത്തിലാവാം, റിലേഷൻഷിപ്പിലാവാം. നിങ്ങൾ വളരെ ആഴത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഇന്നൊരു പവർ ലോസ് സംഭവിക്കുമെന്നാണ് കാണുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ടേക്ക് കടന്നു പോകുക. ഒരു മാജിക്ക് ഇന്നത്തെ ദിവസം വളരെ ഡിഫിക്കൽറ്റി, അല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രതീക്ഷിക്കാതെ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു മാജിക് കൂടി സംഭവിക്കുമെന്നാണ് കാണുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തേടി വരുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കടന്നു പോകുക. ആരുമായിട്ട് ഫൈറ്റിംഗ് എനർജിക്ക്, പ്രത്യേകിച്ച് ഫാമിലിക്കുള്ളിൽ നിങ്ങളൊരു ഫൈറ്റിംഗ് എനർജി വരുന്ന സിറ്റുവേഷൻ വരുമ്പം നൈസായിട്ട് അവിടെ ക്ഷമയോടുകൂടിയും ബുദ്ധിപൂർവ്വം വളരെയധികം ശാന്തമായ എനർജിയോട് കൂടി നിൽക്കാൻ ശ്രമിക്കണം. അതുപോലെ നിങ്ങൾ ചിന്തിക്കാതെ ചില പ്രശ്നങ്ങളെയും ചില ജഡ്ജ്മെൻറ്റുകളെയൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു ദിവസം കൂടിയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ആവശ്യമില്ലാതെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സമയത്ത് ചില വ്യക്തികളിൽ നിന്നാവാം, ചില സാഹചര്യങ്ങളിൽ നിന്നാവാം നിങ്ങൾക്ക് പവർ ലോസ് സംഭവിക്കാനും ഇരയാക്കപ്പെടാനും, അതായത് ചെയ്യാത്ത തെറ്റ് നിങ്ങളുടെ തലയിൽ വരാനുള്ള, നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഇതെല്ലാം ഇന്നത്തെ വളരെയധികം ശ്രദ്ധിക്കേണ്ട എനർജികളാണ്. അപ്പം വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ തുടങ്ങുക. അതുപോലെ നിങ്ങളുടെ ഏറ്റവും പവർഫുള്ളായി നിങ്ങൾ ആഴത്തിൽ കാണുന്ന ഒരു ബന്ധത്തിൽ ഒരു നെഗറ്റീവ് എനർജി വരും. പക്ഷേ ഇതെല്ലാം വരും എന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കി അതിനെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാത്ത വിധം നിങ്ങൾ ഇന്ന് ബിഹേവ് ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. പോസിറ്റീവായ രീതിയിലെല്ലാം, ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളെ ചിരിച്ച് തള്ളിക്കളയുക ഇന്നത്തെ ഒരു ദിവസത്തേക്ക് കേട്ടോ. അതിനകത്ത് എടുത്തു ചാടി പ്രതികരിക്കാനും ഫൈറ്റിംഗ് ചെയ്യാനും നിൽക്കാതെ ശാന്തമായ മനസ്സോടുകൂടി ഇന്നത്തെ ദിവസം ഈ ഒരു സിറ്റുവേഷൻസിനെ ബിഹേവ് ചെയ്ത് കടന്നു പോകുക. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു നെഗറ്റീവ് ആവുന്ന, നമ്മൾ മുൻകൂട്ടി അറിയാൻ പറ്റുന്നൊരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കതിനെ മാറ്റിമറിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ചിന്തിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ ഇടണം. കൂടാതെ തന്നെ എല്ലാവരും വരാഹി മന്ത്രവും മണി അഫർമേഷൻസും മുടക്കരുത്. നിങ്ങളുടെ ലൈഫിലേക്ക് സാമ്പത്തിക ഭദ്രത നിങ്ങൾ നേടിയെടുക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വരാഹി മന്ത്രം, നമുക്ക് ഇപ്പോൾ ശത്രുദോഷത്തിനും ബ്ലോക്കേജ് മാറാനും അതുപോലെ തന്നെ ജീവിതത്തിലെ കാര്യസിദ്ധി, നമ്മൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സാധ്യമാകാനുമൊക്കെയാണ് വരാഹി മന്ത്രം നമ്മൾ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വരാഹി മന്ത്രം ചൊല്ലുക. നിങ്ങളുടെ 7 ചക്ര മെഡിറ്റേഷൻസ് മറക്കരുത്. 7 ചക്ര മെഡിറ്റേഷൻസ് ചെയ്തില്ലെങ്കിലും പ്രാർത്ഥനയ്ക്കാണേലും മന്ത്രോച്ചാരണത്തിനാണേലും പ്രാധാന്യം കൊടുത്താൽ മതി. തീർച്ചയായിട്ടും 7 ചക്രകളും വർക്കിംഗ് ആകുമെന്ന് ഓർക്കുക. കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. പിന്നെ വരാഹി മന്ത്രം പെട്ടെന്ന് ഫലസിദ്ധി കിട്ടാൻ 308 തവണ എഴുതുക കേട്ടോ. 308 തവണ നിങ്ങൾ ഡെയിലി ഒരു കാര്യം മനസ്സിൽ പ്രാർത്ഥിച്ച് അമ്മയിൽ സമർപ്പിച്ച് നിങ്ങൾ എഴുതുക. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുമെന്നുള്ളത് 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു.
എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.